നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട ദിവ്യ കുഞ്ഞാടിന്റെ തിരുശരീരം ഈശോയുടെ ഓർമ്മയ്ക്കായി നമുക്ക് വൈദികൻ പങ്കുവെക്കുമ്പോൾ ദൈവം തന്നെയാണ് അൾത്താരയിൽ സജ്ജീകൃതമായിരിക്കുന്നത്. അവിടുത്തെ ഓർമ്മയ്ക്കായി അവിടുത്തെ തിരുരക്തത്തിലുള്ള പുതിയ ഉടമ്പടിയിലെ നമ്മുടെ പങ്കുചേരൽ ഈശോ നമ്മെ രക്ഷിക്കാൻ എത്രമാത്രം ക്ലേശം സഹിച്ചു എന്ന് വ്യക്തമാക്കുന്നു. ഭവനങ്ങളിൽ മാതാപിതാക്കൾ സ്വന്തം മക്കൾക്കായി ദിനരാത്രം പ്രയത്നിക്കുന്നതും ദൈവസമക്ഷം ബലി തന്നെയാണ്, ദൈവത്തിന് പ്രീതികരമായ ബലി. എന്നാൽ മാതൃകാപരമല്ലാതെയുള്ള ചില ചെയ്തികൾ മക്കളിൽ ഏൽപ്പിക്കുന്ന ആഘാതം തലമുറകളോളം ഒരു വൈകല്യമായി അവരിൽ നിലനിൽക്കും. സമ്പത്തിനും പ്രതാപങ്ങൾക്കും പെരുമയ്ക്കും വേണ്ടിയുള്ള തിരക്കും നെട്ടോട്ടവും കാരണം ചില മാതാപിതാക്കൾ മക്കളുമായിട്ട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താനാവാതെ ജീവിക്കുന്നില്ല. മക്കൾ അവർക്ക് നേരിൽ സംസാരിക്കാനും അവരുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങൾ പങ്കുവെക്കാനും വഴിവിട്ട പാളങ്ങളിൽ സഞ്ചരിക്കുന്ന വ്യക്തികളിലും സംഘടനകളിലും ചേക്കേറുവാൻ ഇത് കാരണമാകുന്നില്ലേ? മക്കളെ അവഗണിച്ച് ധനസമ്പാദനവും പിരിവയാർജിക്കലും എല്ലാം കഴിയുമ്പോൾ മക്കൾ പല വഴിക്കാകുന്ന അനുഭവമല്ലേ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവ തിരുമനസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവകാര്യങ്ങളിൽ മടുപ്പ് കൂടാതെ തിരുസഭ നിർദ്ദേശിക്കുന്ന ആരാധനാക്രമങ്ങളിലും കൂദാശകളിലും മാതൃകാപരമായി മാതാപിതാക്കൾ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് അടുത്ത തലമുറയ്ക്കും രക്ഷാമാർഗം തുറന്നു കിട്ടുന്നത്. അസന്മാർഗിക വഴികൾ പിന്തുടരുന്ന മാതാപിതാക്കൾക്ക് എങ്ങനെ തങ്ങളുടെ മക്കൾക്ക് നല്ല വഴി കാട്ടിക്കൊടുക്കാനാകും? ദിനംതോറും വളരുന്ന തിന്മകൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് മക്കൾക്ക് വിവേചന ബുദ്ധി പരിശീലിക്കണമെങ്കിൽ മക്കളുമായിട്ടുള്ള കുടുംബത്തിലെ മാതാപിതാക്കളുടെ സമ്പർക്കം എത്ര കണ്ട് അനിവാര്യമാണ്. മക്കൾക്ക് മാതാപിതാക്കളല്ലേ പെസഹ ഒരുക്കി കാത്തിരിക്കുന്ന യേശുവിനെ പരിചയപ്പെടുത്തേണ്ടത്. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനത്തിലുള്ള പ്രസക്തി ആരാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക? മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനും ബന്ധുക്കളുടെ ഇടയിൽ മേനി പറഞ്ഞ് ആസ്വദിക്കാനുമുള്ള പെടാപ്പാടിൽ സ്വന്തം മക്കൾക്ക് നഷ്ടപ്പെടുന്നത് ഈശോയെ ആണെങ്കിൽ ആ മക്കൾ നേടുന്നത് എന്തിനെയാണെന്ന് മാതാപിതാക്കൾ മനസ്സിരുത്തി ചിന്തിക്കട്ടെ. ഈ പെസഹ തിരുനാളിൽ എല്ലാ ദിവസത്തിലുമുള്ള സായം സന്ധ്യയിലെ പ്രാർത്ഥനകളിലും അത്താഴ സമയത്തും മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഏകസ്വരത്തിൽ നിൽക്കുന്ന കുടുംബമായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നന്ദി പറഞ്ഞ് ഏകസ്വരത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന കുടുംബമായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് സഹിയോം മിനിസ്ട്രീസ് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു.